എല്ലാവർക്കും നമസ്കാരം. കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീ KN ശശിധരൻ അനുസ്മരണ യോഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ സിനിമാ പ്രേമികളുടെയും മനസ്സിൽ ശ്രീ KN ശശിധരൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ചലച്ചിത്രത്തിൻ്റെ പേര് അക്കരെ എന്നുള്ളതായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണപ്പണം കേരളത്തിലേക്ക് ഒഴുകി തുടങ്ങുന്ന സമയം, ആ എണ്ണപ്പണം കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതിയിൽ ചെലുത്തിയ ഗണ്യമായൊരു സ്വാധീനം, അതിനെ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ തന്നെ പ്രഭവ കേന്ദ്രമായ ചാവക്കാട് എന്ന സ്ഥലത്ത് വച്ച് ഷൂട്ട് ചെയ്ത് ആ ചരിത്രത്തെ ആവാഹിച്ചെടുത്ത ഒരു സിനിമ എന്ന രീതിയിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. സത്യത്തിൽ അതിൻ്റെ ആദ്യ കാഴ്ചയിൽ അതൊരു നല്ല സിനിമ എന്നുള്ളൊരു ഫീല് മാത്രമേ തന്നിരുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ കാഴ്ചയിലാണ് ഇത് വലിയൊരു എഫേർട്ടായിരുന്നു, വലിയൊരു ഡെപ്തുള്ള ചിത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീല് ഈ 80കളിലുണ്ടായ ആ സിനിമ 2026 ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ അതിൽ എന്തോ സംതിങ് ഈസ് ദെയർ, ഒരു സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ആ എന്തോ ഉള്ള ഒരു ഫീലുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇവിടെ ശ്രീ KN ശശിധരൻ്റെ കുടുംബവും പിന്നെ ഭരത് ഗോപി, ഇതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ശ്രീ ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപിയും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ വാക്കുകളിലൂടെ അതിന് നമുക്ക് ആ എന്തോ എന്താണെന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടും. ശ്രീ KN ശശിധരൻ അക്കരെ എന്ന ചിത്രത്തിന് ശേഷം പിന്നെ സംവിധാനം ചെയ്തതാണ് കാണാതായ പെൺകുട്ടി. 2014 നയന എന്നൊരു ചിത്രവും സംവിധാനം ചെയ്തു. പക്ഷേ സിനിമയിൽ മാത്രമായിരുന്നില്ല. ഈ നയനയ്ക്ക് ശേഷം അദ്ദേഹം പരസ്യ ചിത്രങ്ങളിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പരസ്യ ചിത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വന്നല്ലോ വനമാല എന്നൊരു ഡയലോഗാണ്. ആ ടാഗ് ലൈൻ സത്യത്തിൽ മലയാള ഭാഷയുടെ ഒരു പദപ്രയോഗം തന്നെ ആയി മാറിയ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അദ്ദേഹം സൂര്യരേഖ എന്നൊരു അഡ്വർടൈസിങ് ഏജൻസിയുടെ സാരഥിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 അദ്ദേഹം വിട വാങ്ങി. സത്യത്തിൽ ഒരു തലമുറയുടെ തന്നെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രവും കുറേയധികം ചിത്രങ്ങളും കുറേ പരസ്യ ചിത്രങ്ങളും സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം വിട വാങ്ങിയത്. അദ്ദേഹം എന്നെന്നും ഈ പ്രതിഭയിലൂടെ ഓർമ്മിക്കപ്പെടും. ഒരിക്കൽ കൂടി ഈ അനുസ്മരണ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഔപചാരികമായി തന്നെ ചടങ്ങ് നമുക്ക് ആരംഭിക്കാം. സ്വാഗത പ്രസംഗത്തിനായി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ TR ജോർജിനെ ക്ഷണിക്കുന്നു. TR ജോർജിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, സിനിമ ഹരമായി കൊണ്ടു നടക്കുന്ന എല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും സ്ഥിര സാന്നിധ്യമായ, ഹൈക്കു കവിതകളെ പ്രണയിക്കുന്ന, തിര വരുന്നു എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ച മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറിയെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. KN ശശിധരൻ മാഷെന്ന് വിളിച്ചോട്ടെ. മരിച്ചിട്ടെന്ന് 4 വർഷമാകും. ഈ കഴിഞ്ഞ 11-ാം തീയതി ആയിരുന്നു ചരമദിനം. അപ്പോൾ ഈ ചരമദിനത്തിന് ഞങ്ങളുടെ മെട്രോ ഗ്രൂപ്പുണ്ട്, അതിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു. അത് നമ്മുടെ റോഷൻ ഷെയർ ചെയ്താണ്. അത് വായിച്ചപ്പോൾ സത്യത്തിൽ ശശിധരൻ മാഷ് ഇടപ്പള്ളിക്കാരനാണ്, പക്ഷെ നമ്മൾക്ക് ഒരു ആദരിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രദർശിപ്പിക്കാനോ പറ്റിയിട്ടില്ല. അത് എപ്പോഴും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ ദിവസം 12-ാം തീയതി പോസ്റ്റ് കണ്ടോടി ഞാൻ ഇവിടുത്തെ ചങ്ങമ്പുഴയുടെ പ്രവർത്തകനായ മുരളിച്ചേട്ടനെ വിളിക്കുകയും, മുരളിച്ചേട്ടൻ നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരായിട്ടൊന്ന് ബന്ധപ്പെടണമല്ലോ, നമുക്ക് ഈ സിനിമ ഒന്ന് പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞു. മുരളിച്ചേട്ടൻ എനിക്ക് ഫോൺ നമ്പർ തന്നു, മുകിലിൻ്റെ ഫോൺ നമ്പർ തന്നു. ഞാൻ മുകിലിനെ വിളിച്ചു. മുകിലിനെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചതല്ല, മുകിൽ സന്തോഷം, പക്ഷേ ഈ സിനിമ വല്ലതും കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. 3 സിനിമകളുണ്ടല്ലോ, അപ്പോൾ സിനിമയൊന്നുമില്ല ചേട്ടാ എന്ന് പറയണത്. കാര്യം സിനിമ പ്രദർശിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ സിനിമ തപ്പി നോക്കിയപ്പോൾ ആകെ യൂട്യൂബിൽ അക്കരെ എന്നും പറഞ്ഞ് 2-3 ഇത് കിടക്കുന്നുണ്ട്. അത് വളരെ അത്രയ്ക്ക് നല്ല പ്രിൻ്റൊന്നും അല്ല. വേറെ പല ഇന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കാൻ. അപ്പോൾ ഈ 3 സിനിമയിൽ
കാണാതായ പെൺകുട്ടിയുണ്ട്, അതേപോലെ ഈ അക്കരയും കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ സിനിമയായ നയന ഇല്ല. നയനെ എവിടെയോ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എയർടെൽ സ്ട്രീമിൽ ഉണ്ടായിരുന്നു കുറച്ച് നാൾ, പിന്നെ അത് കാണുന്നില്ല. 3 സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം ഒരു സിനിമ ഈ അക്കരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കാണാതായ പെൺകുട്ടി കാണും, കാണാതായ പെൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ ഈ നയന കാണും. അപ്പോൾ ആ സിനിമ ഇല്ല. ഇതൊരു പൊതു പ്രശ്നമാണ്. കാര്യം കേരളത്തിൽ ഇതുപോലെ ഈ പല സിനിമകളും, പ്രധാനപ്പെട്ട പല സിനിമകളും നമ്മൾക്ക് കാണാൻ നിവൃത്തിയില്ല. ചാപ്പ എന്നൊരു സിനിമയുണ്ട് ബക്കറിൻ്റെ, കൊച്ചിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ മൂവിയാണ്. പക്ഷെ ആ മൂവി കിട്ടാനില്ല, യൂട്യൂബിലില്ല, വേറൊന്നും കാണുന്നില്ല. അങ്ങനെ അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ കമൽ ഫെസ്റ്റിവൽ, കമലിനെ ആദരിച്ചൊരു ഫെസ്റ്റിവൽ നടത്തി. അപ്പോൾ കമൽ എന്നോട് പറഞ്ഞത് 5 സിനിമ കമലിൻ്റെ കളിച്ചുവിടാം. അപ്പോൾ എന്നോട് പറഞ്ഞത്, ജോർജ് ഇതെല്ലാം അക്കാദമിയിലുണ്ടാവും, അവിടെ പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞ സിനിമ. ഞാൻ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കമലിൻ്റെ ഒരു സിനിമ അവിടെ ഇല്ല. 2 ടേം അക്കാദമിയുടെ ചെയർമാനായിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ പോലും അക്കാദമിയിലില്ല. അതായത് ഈ കേരള ചലച്ചിത്ര അക്കാദമിക്ക് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട സിനിമകളൊന്നും നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ചെറിയ സോഫ്റ്റ് കോപ്പി ആക്കണമെങ്കിൽ യൂട്യൂബിൽ കാണാം, അതൊന്നും കൃത്യമായിട്ട് ഒരു കോപ്പിയൊന്നുമല്ല. അങ്ങനെ ഒരു സംവിധാനം അക്കാദമിക്കില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പല സംവിധായകരുടെയും ഒരു സിനിമയും അക്കാദമിയിലില്ല. അക്കാദമി ചെയ്യുന്നത് ആകെയുള്ളത് വർഷാവർഷം ഒരു ഫെസ്റ്റിവൽ നടത്തും, അത് തന്നെ. മറിച്ച് ഇതേപോലെ ഈ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ, ഇതുപോലെ അനേകം പേരുടെ സിനിമകളൊക്കെ ഇതിവിടെ സൂക്ഷിക്കേണ്ടതും അത് അതിൻ്റെ രീതിയിൽ സംരക്ഷിക്കേണ്ടതും. ഇപ്പോൾ ഏതോ തമ്പെന്നുള്ള സിനിമയുടെ റീമാസ്റ്റർ ചെയ്തിരുന്നു പറഞ്ഞു. പക്ഷേ അതേപോലെ ഇതുപോലുള്ള സിനിമകൾ, ഇത്രയും സംവിധായകരുടെ പ്രസിദ്ധമായ സിനിമകൾ നമ്മുടെ സിനിമാ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം സംരക്ഷിക്കുകയും അതെല്ലാം റീമാസ്റ്റർ ചെയ്യുകയും അങ്ങനെ ഒരു പദ്ധതി തന്നെ ഇവിടെ കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞു. കാര്യം അതല്ലെങ്കിൽ നമുക്ക് ഈ സിനിമയൊന്നും കിട്ടില്ല, ഈ സംവിധായകരൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. ഈ സംവിധായകരുടെ സിനിമ കാണുക എന്നുള്ളത് ഈ ഒരു സിനിമാ ആസ്വാദകരുടെ സമൂഹത്തെ, അല്ലെങ്കിൽ അതിൽ തന്നെ സംവിധായകരൊക്കെ ഉണ്ടായി വരുന്നത് അങ്ങനെയാണ്. പല പല സിനിമകൾ കണ്ട് അതൊക്കെ ആസ്വദിച്ചിട്ടാണ് അവർ സംവിധായകരാകുന്നത്. അപ്പോൾ ഇതെല്ലാം അക്കാദമിക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പണ്ട് ഈ അക്കാദമിക്ക് മുമ്പൊക്കെ തോട്ടം രാജശേഖരനൊക്കെ മലയാള സിനിമയുടെ ചരിത്രം വലിയ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഡിജിറ്റൽ യുഗമായപ്പോൾ ഇതെല്ലാം ഒരു ഡാറ്റാ ബാങ്ക് പോലെ ഒരു സംവിധാനം അക്കാദമി കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിഷയം. അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള സിനിമകൾ എങ്ങനെ ആളുകൾക്ക് മുമ്പിൽ എത്തിക്കാൻ പറ്റും? ഇപ്പം ഞാനിതിനെടുത്ത ഇന്ന് ഇവിടെ അക്കരെ എന്നുള്ള സിനിമ യൂട്യൂബിൽ നിന്ന് എടുത്താണ്. അത്രയ്ക്ക് നല്ലൊരു ഇതല്ല, വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള സംവിധായകരെയൊക്കെ സംരക്ഷിക്കുക, അവരുടെ സിനിമകൾ കാണിക്കുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ്. അതിന് അക്കാദമി അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഞാൻ ഈ മുകിലിനോട് പറഞ്ഞ പോലെ ഉടനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ തിരക്കഥാകൃത്ത് മുരളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ KN ശശിധരൻ്റെ ഒരു അനുസ്മരണം നടത്തുന്നുണ്ടെന്ന്. KN ശശിധരൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം സമ്മതിച്ചു. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സംവിധാനമാണല്ലോ. അങ്ങനെയാണ് ഈ ദിവസത്തിലേക്ക് വന്നത്. അപ്പോൾ അതിന് സ്വാഗതം പറയുന്നതിന് മുമ്പ് ഒരു നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ എളിയ ഒരു ഫോൺ കോളിൽ തന്നെ ഇവിടെ വരെയായും ഞങ്ങളുടെ കൂടെ നിൽക്കാനും പറ്റിയതിൽ ഉള്ള ഒരു നന്ദി അറിയിക്കുന്നു. ഏതായാലും ഞാൻ എൻ്റെ സ്വാഗതത്തിലേക്ക് അടയ്ക്കാണ്. ഇതിൻ്റെ അധ്യക്ഷനായത് നമ്മുടെ രാജേശ്വരിയാണ്. ഞങ്ങളുടെ എല്ലാമായ രാജേശ്വരി കൗൺസിൽ FFSAയുടെ കൗൺസിൽ മെമ്പറാണ്. രാജേശ്വരിക്ക് ഔപചാരിക വേദിയിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളും. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് P. പ്രകാശ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ സിനിമാ പ്രദർശനത്തിന് വളരെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു ടൈപ്പിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ, അനേകം സിനിമകളിലൂടെ പ്രദർശിപ്പിക്കുന്നത്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഇവിടെ വന്ന മുകിൽ, പിന്നെ ഋതു, പിന്നെ ശശിധരൻ മാസ്റ്റർ സഹകരണം, ഇവർക്ക് 3 പേരും കൂടി ഒരുമിച്ചുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഏതായാലും ഇതിന് സഹകരിക്കാൻ ഞങ്ങളുടെ ഒപ്പം സഹകരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. സ്വാഗതം, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട തിരക്കഥാകൃത്തും നടനുമായ മുരളി ഗോപിക്കാണ് സ്വാഗതം പറയേണ്ടത്. എനിക്കറിയാം, നമ്മുടെ 2013 നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള സിനിമ വന്നത്. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് 2026 പൂർണ്ണമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു 13 വർഷം കൊണ്ട് ആ സിനിമയിൽ ഉന്നയിച്ച രാഷ്ട്രീയം ഇന്നിവിടെ കേരളത്തിലെ ജനങ്ങൾ
ഏറ്റെടുത്തു എന്നതാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതേ ലെഫ്റ്റ് റൈറ്റ് മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും ഇവിടെ കൂടി എല്ലാവരുടെയും പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിച്ചു. ചങ്ങമ്പുഴ പ്രസിഡൻറ്റ് ഞങ്ങളുടെ ഖജാൻജി ശിവഗോവിന്ദൻ ഇവിടെയുണ്ട്, സാറുണ്ട്, അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഇത് മോഡറേറ്റ് ചെയ്തതും ഞങ്ങളുടെ എഴുത്തുകാരിയും ഒക്കെ ആയി കഴിഞ്ഞ ഡോക്ടർ സന്ധ്യ ജയകുമാറിനും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്ന അജീഷ് ചാനൽ 34 എല്ലാമെല്ലാമാണ്. അദ്ദേഹത്തിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും എല്ലാ ആളുകളുടെ പേരിലും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന് സ്വാഗതം ആശംസിച്ചു. ഇനി എല്ലാവർക്കും കൂടി ഒരു പ്രധാനപ്പെട്ട സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഈ അനുസ്മരണ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. ഇന്നത്തെ ചടങ്ങിലെ അധ്യക്ഷയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മളുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി KK രാജേശ്വരിയാണ്. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള മെമ്പർ, മുൻ പ്രസിഡൻറ്റ്, FFSIയുടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ കമ്മിറ്റി മെമ്പർ. ആ കമ്മിറ്റിയിൽ സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ മെട്രോയ്ക്ക് വേണ്ടി മെട്രോയുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ രാജി, ഒപ്പം തന്നെ വാർത്താ അവതാരകയായും അനേകം കലാപരിപാടികളുടെ MC-യും പാഷനായിക്കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ രാജിയാണ് ഇന്നത്തെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. പ്രിയമുള്ളവരെ, അധ്യക്ഷ പ്രസംഗമോ അധിക പ്രസംഗമോ ഒന്നും നടത്തുന്നില്ല. പക്ഷേ പറയാതെ പോകാൻ വയ്യ, നിങ്ങൾ അക്കരെ കാണണം കേട്ടോ. പല പ്രാവശ്യം കണ്ടതായിരുന്നു മുമ്പൊക്കെ. പക്ഷേ ഈ KN ശശിധരൻ എന്നൊരു വ്യക്തി നമ്മുടെ ഇടപ്പള്ളിയിലുണ്ടായിരുന്നു. 3 സിനിമകൾ, 30-300 ഒന്നുമില്ല, വെറും 3 സിനിമകൾ. ആ സിനിമകളിൽ ഒരെണ്ണം മൂന്നാമത്തെ സിനിമ ദൂരദർശനിൽ എപ്പോഴോ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ബാക്കി 2 എണ്ണം നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ ആദ്യത്തെ അതിൽ ഒന്നാമത്തെ അക്കരെ എന്ന സിനിമ ജോർജ് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. ആ സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആദരവ് അർപ്പിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. അത്ര മനോഹരമായി KG ജോർജിൻ്റെയും പത്മരാജൻ്റെയും എല്ലാം അതേ ഇതിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ. അദ്ദേഹത്തിനെ അടുത്തറിയാൻ ഇപ്പോഴാണല്ലോ നമുക്ക് അവസരം കിട്ടിയെന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സിനിമ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയും മഹാപ്രതിഭയായിട്ടുള്ളൊരു വ്യക്തി നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു. നമുക്ക് 2 സിനിമകളാണെങ്കിൽ 3 സിനിമകളിൽ 2 സിനിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ 2 സിനിമകൾ അതിൽ തന്നെ അക്കരെ വളരെ പ്രത്യേകതയുള്ളൊരു സിനിമയാണ്. പിന്നെ ഭരത് ഗോപി, എനിക്ക് പറയാൻ വയ്യ. നമ്മുടെ മുരളി ഗോപി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഭരത് ഗോപിനെ വളരെയധികം ആരാധിച്ചിരുന്ന ഒരു യൗവന കാലഘട്ടമൊക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്നാൽ അതേപോലെ തന്നെ അയ്യോ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എങ്ങനെ അഭിനയിപ്പിക്കണമെന്ന് ചോദിച്ച മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിനയത്തിൻ്റെ കുലപതികളായിട്ടുള്ള 2 പേരാണ് ഭരത് ഗോപിയും തിലകൻ ചേട്ടനും. അപ്പോൾ അതേപോലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇതിൽ എൻട്രി ചെയ്യുന്നുണ്ട്. നല്ല മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പം ഞാൻ പിന്നെ മുരളി ഗോപിയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ട, അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം നിങ്ങൾക്കറിയാം. ആ അച്ഛൻ്റെ മകൻ അതേപോലെ തന്നെ ഉയരങ്ങളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശശിധരൻ സാറിൻ്റെ കുടുംബം വളരെ പൂർണ്ണതയെത്തിയ ഒരു കുടുംബമാണ്. അവർക്ക് വളരെയധികം അഭിമാനത്തോടുകൂടി നമ്മൾ അവർക്ക് കൂടുതൽ ആദരവ് കൊടുക്കണമെന്ന് നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നിങ്ങളെല്ലാവരും സിനിമ കാണുക. യൂട്യൂബിലുണ്ട്, നല്ല ഇതായിട്ട് തന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടി കാണണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ശ്രീ KN ശശിധരനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ചങ്ങമ്പുഴ സാംസ്കാരിക വേദി പ്രസിഡന്റ് ശ്രീ പ്രകാശ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ ഭരതൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ഞാനിപ്പോൾ ഓർക്കുന്ന കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം ഇതേ വേദിയിൽ നമ്മൾ ഭരതനെ അനുസ്മരിക്കുകയായിരുന്നു. അന്ന് ഭരതനെ അനുസ്മരിച്ചത് ഇതുപോലെ തന്നെ മലയാള സിനിമയിലെ വലിയ ഒരു മനുഷ്യൻ്റെ മകനായിരുന്നു. പത്മരാജൻ്റെ മകൻ അനന്ത പത്മനാഭനാണ് അന്ന് ഭരതനെ അനുസ്മരിച്ചത്. ഇന്ന് കൊടിയേറ്റം ഗോപിയുടെ മകൻ മുരളി ഇവിടെ നിൽക്കുന്നു.
കെ.എൻ. ശശിധരൻ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലെ ഒരു അംഗമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരിയ ഒരു കുറ്റബോധമുണ്ട്, ശശിധരനെ ഈ വേദിയിൽ നേരത്തെ അനുസ്മരിച്ചില്ലല്ലോ എന്നത്. അദ്ദേഹം മരിച്ചിട്ട് 4 വർഷമേ ആയുള്ളൂ. അദ്ദേഹം മരിച്ച ഉടനെ ചില ആളുകൾ എന്നെ സമീപിച്ച് ഇവിടെ ഒരു ശശിധരൻ അനുസ്മരണം നടത്തണം എന്ന് പറഞ്ഞതാണ്. ഞങ്ങളത് സംഘടിപ്പിക്കാം എന്നും പറഞ്ഞു. പിന്നെ എന്തോ അവർ അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ശശിധരനെ ഞാൻ 2-3 തവണ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇവിടെ വച്ച് ഒരു ഇംഗ്ലീഷ് സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ സിനിമാ പ്രദർശനങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന സിനിമാ നിരൂപകൻ സഹദേവനാണ് ശശിധരനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോഴാണ് അദ്ദേഹം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ സംവിധായകൻ ഇടപ്പള്ളിയിലാണ് 10-20 കൊല്ലമായിട്ട് താമസിക്കുന്നത് എന്ന കാര്യം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പുതിയ സിനിമകൾ സംവിധാനം ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ സുരക്ഷിതമായ ഒരു ഫീൽഡിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പരസ്യ ചിത്രങ്ങളുടെ നിർമ്മാണം, തലവേദനയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു, ആദ്യത്തെ സിനിമ നിർമ്മിച്ചത് പറമ്പ് വിറ്റിട്ടാണ്. ഒരുപക്ഷെ വിൽക്കാൻ വേറെ പറമ്പുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വേറെ സിനിമകൾ അദ്ദേഹം നിർമ്മിക്കാഞ്ഞത്. ഏതായാലും അദ്ദേഹം 3 സിനിമകളെ സംവിധാനം ചെയ്തുള്ളൂ എങ്കിലും മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഉന്നതമായ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.